പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ കർത്താവ് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ഈ ശുശ്രൂഷയിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിലായിരിക്കാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുക, ഈശോ നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയാൽ ഈ ലോകത്തെ സ്പർശിക്കുന്ന അനുഗ്രഹീത സമയം എന്നതിൻ്റെ അർത്ഥം, പ്രാർത്ഥനയാൽ നിന്നെ കർത്താവ് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്നവരൊക്കെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളുടെ ശൂന്യമായ ജീവിത വഴികളെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ. മരവിച്ചുപോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ജ്വലിപ്പിക്കണമേ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ വളരെ പരിചിതമായ ഗാനം, പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുന്ന ഈ താഴ്വരയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ സങ്കടം നിറഞ്ഞ മരുഭൂമി അനുഭവത്തിൻ്റെ മേല് പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് കടന്നു വരണമേ. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ, ശൂന്യത നിറയുമേ താഴ്വരയിൽ, ജീവനില്ലാത്ത എന്റെ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ഓ പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് നമ്മൾ പാടുന്നു. ഓ പാവനാത്മാവേ, പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറയുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മുടെ ഈ രാത്രിയിലെ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ മേല് അതിശക്തമായിട്ട് പെയ്തിറങ്ങാനുള്ള വലിയ പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വചനം രൂപപ്പെടുത്തുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു. അന്ധകാരത്തിന്റെ നടുവിൽ, രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടവയ്ക്ക് മുകളിൽ പരിശുദ്ധാത്മാവ് ചലനമായിട്ട് കടന്നു വന്നു. ഇതേ പരിശുദ്ധാത്മാവ്, സൃഷ്ടികർമ്മത്തിൽ ചലിച്ച അതേ പരിശുദ്ധാത്മാവ് റൂവ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെ മേൽ പറന്നിറങ്ങുവാൻ ആഗ്രഹിക്കാം. ചേർന്ന് പാടാം. ഓ പാവനാത്മാവേ, ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെ എന്റെ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. സാധിക്കുന്നവരൊന്ന് ചേർന്ന് പാടിക്കേ. ഓ പാവനാത്മാവേ,
പാവനാത്മാവേ ദാഹങ്ങളേറെയുള്ള എന്റെ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിടുക. ഈ നിമിഷം തന്നെ അത്ഭുതകരമാവണ്ണം വീണ്ടും സ്നേഹം നൽകുക. ആമേൻ. എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ പാവനാത്മാവേ നീ എന്നിൽ നിറയണം. നീ എന്നിൽ നിറഞ്ഞിടുക. സാധിക്കുന്നവരെല്ലാവരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവെ ചലിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവെ ജ്വലന നൽകണമേ. ദാഹങ്ങളേറെയുള്ള ജീവിതത്തിൽ ഒത്തിരി മോഹങ്ങളുള്ള എന്റെ ജീവിതത്തിന് അത്ഭുതകരമാവണ്ണ ഈ സമയം പരിശുദ്ധാത്മാവ് പറന്നിറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 Touch the world through prayer. പ്രാർത്ഥനയാൽ ദാ ഈ ലോകത്തെ സ്പർശിക്കുന്ന അനുഗ്രഹീത സമയം. ലോകത്തെ സ്പർശിക്കുന്നു പറഞ്ഞാൽ എന്നെയും നിന്നെയും സ്പർശിക്കുന്ന സമയം. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിന്റെ അഭിഷേകം സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ ദാ ഈ ശുശ്രൂഷ സമയത്ത് ബൈബിൾ എടുക്കണം. പറ്റുമെങ്കിൽ ഒരു നോട്ട് ബുക്കും പേനയൊക്കെ എടുത്ത് വചനം എഴുതി പഠിച്ച് വലിയ അഭിഷേകം സ്വീകരിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ 47 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചൊരിഞ്ഞ അഭിഷേകം ഈ 48-ാം ദിനത്തിൽ ഇരട്ടിയായി എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. മറ്റു കാര്യങ്ങളിലേക്ക് അധികം വ്യാപൃതപ്പെടാതെ ഈ ശുശ്രൂഷയിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ബോധ്യത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശുശ്രൂഷയിൽ ശാന്തമായി സ്വസ്ഥമായി ഇരുന്ന് നമുക്ക് പങ്കെടുക്കാം. നിങ്ങൾ എവിടെയാണോ സ്വസ്ഥമായിട്ട് വചനം കേട്ട് അഭിഷേകം പ്രാപിക്കുക. വചനം കേൾക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? വചനം കേൾക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ തുടങ്ങും. അത് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണപ്പെടുന്ന ചില അടയാളങ്ങൾ, ചില അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ 47 ദിവസങ്ങളിൽ കർത്താവ് ചൊരിഞ്ഞ കൃപ എന്തോരം സാക്ഷ്യങ്ങളാണ് ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആ സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. എൻ്റെ കർത്താവ് ഈ രാത്രി എനിക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കും. ഉറപ്പിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടി വിശുദ്ധ ഗ്രന്ഥമൊക്കെ തുറന്ന് ഒരു വചനം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പത്രോസ് ശ്ലീഹ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ പോവാണ്. ബൈബിൾ തുറന്നേ. പത്രോസിന്റെ 2-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പീറ്റേഴ്സ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 10. ബൈബിൾ തുറക്കണം. വചനം എഴുതി പഠിക്കാൻ പറ്റുന്നവര് എഴുതി തന്നെ പഠിക്കണം. പത്രോസിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം. 10-ാം തിരുവചനം. ആ വചനം ഒന്നൊരിക്കലും നമുക്കൊന്ന് ചേർന്ന് വായിച്ചാലോ? ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ പത്രോസ് എന്താ നമ്മളോട് പറയണേ? പത്രോസ് ഈ രാത്രി പറയാണ്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ എന്താ ഗുണം? ഉറപ്പിച്ചാൽ നീ വീണു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകര് വീണു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്.
ശരിയല്ലേ? പറയുന്ന ഞാനും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴ്ചകളോട് വീഴ്ചകളാണ് പല തരത്തിൽ, രൂപത്തിലും ഭാവത്തിലും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ പത്രോസ്ലീഹ ഒരു കാര്യം പറയാണ്, നിന്റെ ജീവിതത്തിൽ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നീ ശ്രദ്ധിക്കണം. അതിൽ സ്ഥിരതയുണ്ടാവണം, അതിൽ നിനക്ക് ശക്തി വേണം, എങ്കിൽ നീ വീണു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കുടുംബങ്ങളായിട്ടാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മാതാപിതാക്കൾ, ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കൈയൊക്കെ കയറി പിടിച്ചോണ്ടെന്ന് പറ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുക. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ വിളിയും ദൗത്യവും മറന്നുപോയ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ അതിൽ ഒരാളാകാതെ വിളിയും ദൗത്യവും തെരഞ്ഞെടുപ്പും ഒക്കെ സ്ഥിരതയോടുകൂടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാ ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്താൻ പോവുക. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നല്ല കരുതേണ്ടത്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നോടാണല്ലോ പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നതൊക്കെ എനിക്കല്ല മറ്റുള്ളവർക്കാണെന്നൊരു ചിന്തയിലാണ് പലപ്പോഴും പലരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ചിലരൊക്കെ ധ്യാനത്തിന് വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ പറയാറുണ്ട്, അച്ഛാ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഈ പ്രസംഗം മുഴുവൻ അയാൾ കേൾക്കേണ്ടതായിരുന്നു. എന്താണ് കാരണം? അദ്ദേഹത്തിനാണ് എല്ലാ കുഴപ്പവും. കേട്ട ഭാര്യ പറയാണ്, ആരാണ് കേൾക്കേണ്ടത്? ഭർത്താവാണ് കേൾക്കേണ്ടത്. അപ്പം ഇങ്ങനെ ചിലരൊക്കെ ചിന്തിക്കുക. ഒരുപക്ഷെ ഈ ശുശ്രൂഷ ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛാ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ദൗത്യത്തിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത് കേൾക്കേണ്ടവരൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് ഒന്നും അല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് നമ്മളെക്കുറിച്ച്. നീ എന്താണോ ആ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കേണ്ട അനുഗ്രഹത്തിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹ ഈ രാത്രി നമ്മളെ ഒരു കാര്യം പറയുന്നു, നിനക്ക് ഒരു വിളിയുണ്ട്, നിനക്ക് ആ വിളിയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതായത് ഒരു ദൗത്യവും അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഈ കാര്യത്തിൽ വചനം പഠിപ്പിക്കുമ്പോൾ വിശ്വസിച്ചോണം. അതായത് ദൈവവിളി ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല. അതായത് നീ ഏത് ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവവിളിയുണ്ട്, അതിൽ ഒരു ദൗത്യവുമുണ്ട്. ഇതില്ലാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരംഭത്തിൽ ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ ദൈവവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെയൊക്കെ തലയ്ക്കകത്തുള്ള ചിന്ത എന്ന് പറയുന്നത് അച്ഛനാവുന്നത്, കന്യാസ്ത്രീ ആവുന്നത് എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതവും എന്താണ്? അതൊരു ദൈവവിളിയാണ്. ഏകാന്ത ജീവിതം, ഒറ്റയ്ക്കുള്ള ജീവിതവും അതൊരു ദൈവവിളിയാണ്. അങ്ങനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം, ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത അവസ്ഥ അത് ദൈവം നൽകിയ വിളിയാണോ? ആ വിളിയിൽ നിനക്ക് എത്രത്തോളം വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നുവെന്നുള്ള മർമ്മപ്രധാനമായ ഒരു ചോദ്യം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ആർ യു ഹാപ്പി? നീ നിന്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സ്വയം ചിന്തിക്കണം, നിനക്ക് നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഒരുപക്ഷെ നീ ഒരു കുടുംബനാഥനായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളുടെ അപ്പൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ നിന്നോട് തന്നെ ചോദിക്കുക, നിനക്ക് നിന്റെ ഇന്നായിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ നിനക്ക് സന്തോഷമുണ്ടോ? ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബനാഥ, ഭാര്യ, മക്കളുടെ അമ്മ, ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരി സന്തോഷമുണ്ടോ? ഇപ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്?
ദൈവത്തിൻ്റെ പുരോഹിതനായ വൈദിക, നിനക്ക് നിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷമില്ലെങ്കിൽ, തൃപ്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ കലഹം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആരാണ് കലഹം ഉണ്ടാക്കുന്നത്? തൃപ്തിയില്ലാത്തവർ കലഹം ഉണ്ടാക്കും. അത് അച്ഛനാവാം, കന്യാസ്ത്രീ ആവാം, കുടുംബനാഥനാവാം, കുടുംബനാഥയാവാം, ആരും ആവാം. ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ അവർ കലഹങ്ങളുണ്ടാക്കും, വിപ്ലവങ്ങളുണ്ടാക്കും. അവരായിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, അവരെവിടെയെല്ലാം പോകുന്ന അവിടെയൊക്കെ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ചോദ്യം, വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. പത്രോസ്ലീഹ പറഞ്ഞ ഈ കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. ബൈബിള് തുറന്നേ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 8. ബൈബിൾ തുറഞ്ഞ ആ വചനം ഒന്ന് വായിച്ചേ. മനോഹരമായിട്ടുള്ളൊരു വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചോദ്യം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഇത് ഈ രാത്രി എന്നോടും നിന്നോടും ചോദിക്കുന്ന ചോദ്യമാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? അതായത് ഹാഗാറിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി, ഒരു ആമുഖത്തോടു കൂടിയാണ് ദൈവദൂതൻ സംസാരിക്കുന്നത്. അതായത് സാറായിയുടെ ദാസിയായ ഹാഗാറേ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? കൃത്യമായിട്ട് ഹാഗാറിന്റെ ഐഡന്റിറ്റി പ്രഖ്യാപിക്കുകയാണ്. ഹാഗാറേ, നിന്നെ എനിക്കറിയാം, നീ ആരാ? സാറായുടെ ദാസിയല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴത്തേക്ക് നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നീ തോമാച്ചനല്ലേ? നിന്റെ വീട് ഇന്ന സ്ഥലത്തല്ലേ? നിന്റെ അപ്പൻ ഇയാളല്ലേ? നിന്റെ അമ്മ ഇതല്ലേ? എന്നൊക്കെ പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യം വ്യക്തമായി നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ചോദ്യം ഇതാണ്, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഹാഗാറിനോട് ചോദിച്ച ഈ ചോദ്യം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തോട് നീ ചോദിക്കേണ്ട ചോദ്യമാണ്. നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെയുള്ളൊരു ചോദ്യമല്ല, നിന്റെ ജീവിതത്തോടുള്ള ചോദ്യമാണ്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി നിന്റെ ഉറവിടത്തെ കുറിച്ചാണ് ചോദ്യം. നീ എവിടെ നിന്ന് വരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ കുറിച്ച്, നീ ആയിരിക്കുന്ന ജീവിത അവസ്ഥയെ കുറിച്ചാണ് ചോദ്യം. നീ എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം, പർപ്പസ് ഓഫ് ലൈഫ്. നീ എങ്ങോട്ട് പോകുന്നു? നീ സ്വയം ചിന്തിക്കുക. നീ സംതൃപ്തനാണോ സംതൃപ്തിയാണോ എന്ന് ചോദിച്ചില്ല. അതേ ചോദ്യം തന്നെ ദൈവദൂതൻ നിന്നോട് ചോദിക്കുകയാണ്. നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഇന്ന ഒരു കുടുംബത്തിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ ആ കുടുംബത്തിലെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വീട്ടിൽ ജനിച്ചതാണ് എൻ്റെ ദുഃഖം. ഞാൻ ഈ വീട്ടിൽ ജനിച്ചതാണ് എൻ്റെ ദുഃഖം. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനൊരു പരാജയമാണച്ചാ, ഞാനൊരു അബദ്ധമാണച്ചാ, ഞാനൊരു അബദ്ധം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നീ ജനിച്ച വീട്, നീ ആയിരിക്കുന്ന അവസ്ഥ ഒരബദ്ധമാണ്, ഒരു പരാജയമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ
ദേ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിയേക്കണം. കാരണം ദൈവം പറയുന്നു, നീ ഒരു അബദ്ധമല്ല, യു ആർ നോട്ട് എ ബൈ ചാൻസ് പ്രൊഡക്റ്റ്. അബദ്ധത്തിൽ ഉണ്ടായതൊന്നും അല്ല, മറിച്ച് നീ എന്താണ്? ദൈവത്തിൻ്റെ അനാദി മുതലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിൽ പിറന്നതാണ്. Praise the Lord. Hallelujah. 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 കുറവുകൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവും, ഒത്തിരി ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാവും. പക്ഷേ നിന്നോട് കർത്താവ് പറയുന്നത്, നീ ആയിരിക്കുന്ന നിന്റെ കുടുംബം, നീ ജനിച്ച ഇടം, നിന്റെ മാതാപിതാക്കൾ, നീ ആയിരിക്കുന്ന അവസ്ഥ ഒക്കെ ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നീ ഒരു അബദ്ധമല്ല, നീ ഒരു പരാജയമല്ല. Praise the Lord. Praise the Lord. Hallelujah. 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 ഇതാദ്യം തന്നെ മനസ്സിലങ്ങ് ഉറപ്പിക്കും. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പേര് ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന ജീവിത അവസ്ഥയോർത്ത് സങ്കടപ്പെടുകയും പരാതിപ്പെടുകയും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇന്നിങ്ങനെയൊക്കെ ആകാൻ കാരണം എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ജീവിത അവസ്ഥയാണ് എന്നിങ്ങനെ പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നവരുണ്ടെങ്കിൽ ദാ നിന്നോട് കർത്താവ് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അബദ്ധമല്ല, പരാജയമല്ല, നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. Praise the Lord. Hallelujah. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. Praise the Lord. Hallelujah. ഈ കാര്യം അംഗീകരിക്കാത്തിടത്തോളം നമ്മൾ സംഘർഷമായ ഒരു ജീവിതത്തിലൂടെ പോകും. ഈ കാര്യം, അതായത് നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കാത്തിടത്തോളം എന്നും എപ്പോഴും സംഘർഷമായിരിക്കും, അസ്വസ്ഥത നിറഞ്ഞൊരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് നിന്നോട് പറയാണ്, നീ ആയിരിക്കുന്ന ജീവിത അവസ്ഥ അംഗീകരിക്കുക. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെയെങ്കിൽ അടുത്ത കാര്യം കൂടെ തിരിച്ചറിയണം. നീ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? നിന്റെ ജീവിത ലക്ഷ്യം, നിന്റെ ദൈവവിളി ദൗത്യം, അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പൗലോസ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 10-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10. ബൈബിൾ തുറന്നേ, വചനം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് വായിച്ച്, വെറുതെ വായിച്ചാൽ പോരാ, ആ വചനം വായിക്കുമ്പോൾ അത് ഹൃദയത്തിലെങ്കിലേക്ക് സ്വീകരിക്കണം, അത് മനനം ചെയ്യണം, അത് ക്ലെയിം ചെയ്യണം. നാം ദൈവത്തിന്റെ കരവേലയാണ്. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നാം ദൈവത്തിന്റെ കരവേലയാണ്, കൈകളാൽ മെനഞ്ഞത്. ദൈവമാണ് നമ്മളെ ഈ രൂപത്തിലും ഭാവത്തിലും മെനഞ്ഞിരിക്കുന്നത്. Praise the Lord. Hallelujah. ഈ രൂപവും ഭാവവും നൽകിയിരിക്കുന്നത് ദൈവമാണ്. ഇന്ന് നീ എന്തായിരിക്കുന്നുവോ അത് ദൈവം നൽകിയതാണ്. അപ്പൊ അതുകൊണ്ട് കുറ്റം പറയാനും പരാതി പറയാനും ഒന്നും ഒരു അവസരമില്ല. ദൈവം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ അടുത്ത വചനം പറഞ്ഞ്? മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് നിനക്ക് ഒരു ജീവിത ദൗത്യമുണ്ട്. Praise the Lord. Hallelujah. നിനക്കൊരു ജീവിത ദൗത്യം ഉണ്ടെന്ന്, അതിൽ യാതൊരു സംശയമില്ല. നിന്റെ കഴിവ് കേട് ഒന്നും ഇവിടെ പ്രശ്നമല്ല. നീ ജനിച്ച വീട്, നിന്റെ വിദ്യാഭ്യാസം, നിനക്കുള്ള പണം, നിനക്കുള്ള അധികാരം, നിനക്കുള്ള സൗന്ദര്യം, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ദൈവം പറയാണ്, എൻ്റെ സഹോദര സഹോദരി,
നിന്നെ ഞാൻ സൃഷ്ടിച്ചെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. നീ ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഉള്ളില് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതെന്നതാ ചെയ്യും അച്ഛൻ പറയണേ? അച്ഛൻ ഇതെന്നതാ ഈ പറയണേ? എനിക്ക് എന്നാ ചെയ്യാൻ കഴിവുണ്ടെന്ന് അച്ഛൻ പറയണേ? ഞാൻ പാവം, ഞാനൊരു വീട്ടമ്മയല്ലേ, ഞാനൊരു കുടുംബനാഥനല്ലേ, അയ്യോ ഞാനൊരു പാവം കുടുംബത്തിൽ ജീവിക്കുകയല്ലേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ അച്ഛൻ? എന്നതാ എനിക്ക് ദൗത്യം ഉണ്ടെന്നൊക്കെ പറയുന്നേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു വീട്ടമ്മയാണെങ്കിൽ നിന്റെ ദൗത്യം ആ കുടുംബത്തിൽ ഒരു നല്ല വീട്ടമ്മയായി യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. നീ ഒരു കുടുംബനാഥനാണെങ്കിൽ നിന്നിലൂടെ ചില കാര്യങ്ങൾ കർത്താവ് ആ കുടുംബത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനാവസരത്തില് ഒരു പ്രിയപ്പെട്ട വൈദികൻ പറഞ്ഞ ഒരു സംഭവ കഥയാണ്. ധ്യാനം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ആ ധ്യാനത്തില് അന്ധയായ ഒരു പെൺകുട്ടി ധ്യാനിക്കുന്നു. അപ്പൊ ഈ ധ്യാനഗുരുവായ അച്ഛൻ ആകപ്പാട സങ്കടം. ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സഹതാപത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പാവം അന്ധയാണല്ലോ, അയ്യോ ഇതിനൊന്നും കഴിവൊന്നും ഇല്ലല്ലോ, വായിക്കാനും പറ്റിയല്ലോ, ഒന്നും ആകപ്പാടെ സങ്കടം. അച്ഛന് സങ്കടം. അപ്പൊ അച്ഛൻ ഈ സങ്കടത്തോടു കൂടി ഈ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തിനാണ് എന്നോട് ഇത്രമാത്രം സങ്കടത്തോടുകൂടെ സംസാരിക്കുന്നത്? അച്ഛാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നിട്ട് ആ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ ദൈവം എന്നെ ഒരു അന്ധയായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത കാര്യം ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ ഞാന് അന്ധരായവർക്ക് വേണ്ടി ധ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരു കോർഡിനേറ്ററാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ അടുക്കേ ചെന്ന് ഈ പെൺകുട്ടിയോട് സഹതാപത്തോടുകൂടെ സംസാരിക്കുന്നു. ഈ പെൺകുട്ടി പറയുന്നത്, എന്തിനാ സഹതപിക്കുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നെ കർത്താവ് ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനൊരു നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, നീ ഇന്നായിരിക്കുന്ന ജീവിത വഴിയില് ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില ദൗത്യങ്ങളുണ്ട്. അത് നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. നിന്റെ കഴിവ് നോക്കിയിട്ടല്ല, നിന്റെ കുടുംബ പാരമ്പര്യം നോക്കിയിട്ടല്ല, നീ എന്തല്ല ഈ ഭൂമിയിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല, മറിച്ച് നിന്നിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ചില ജീവിത ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തില് കൊല്ലം ജില്ലയിലുള്ള തീരപ്രദേശത്തുള്ള ഒരിടവകയിലെ ഒരു മദ്യപാനി, അത്യാവശ്യം നല്ല ഒന്നാന്തരം മദ്യപാനി. ഈ മദ്യപാനീനെ ആ ഇടവകയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു കെട്ടി നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കൊണ്ടുവന്നൊരു ധ്യാനം കൂടിച്ചു. ഒരാഴ്ച ധ്യാനം കൂടി, 2 ആഴ്ച ധ്യാനം കൂടി. എന്തു പറയേണ്ടു, ഈ മദ്യപാനിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങളായിരുന്ന ഇവന്റെ മദ്യപാനത്തിന്റെ അടിമത്തം മാറി എന്ന് മാത്രമല്ല, ഈ വ്യക്തിയിൽ സുവിശേഷ വേലയ്ക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള ജ്വലനം ആരംഭിച്ചു. 2-3 ആഴ്ചത്തെ താമസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇടവകയിലെത്തി. അപ്പൊ ഉള്ളിൽ എന്താണ് ആഗ്രഹം? ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാനാ? തിരിച്ചു ചെന്നപ്പോൾ വീട്ടിൽ വന്ന് ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രേരണയുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ? എന്നെക്കുറിച്ച് ഈ നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു മതിപ്പെന്താ? മദ്യപാനി. ഇപ്പോഴാണെങ്കിൽ ധ്യാനം കൂടി വന്ന പിന്നെ എല്ലാവരും എന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് എന്ത് കഴിവുണ്ട്? അപ്പം ഇദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞു, ചേട്ടൻ വികാരിയച്ഛനെ ചെന്ന് കണ്ട് ചേട്ടൻ്റെ ആഗ്രഹം എന്താന്ന് പറ. അപ്പോൾ വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് പിറ്റേ ദിവസം കുർബാനയെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തീഷ്ണമതിയായ ചേട്ടൻ ധ്യാനമൊക്കെ കൂടി വന്നിരിക്കുകയാണല്ലോ. ഇദ്ദേഹം ചെന്ന് വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വചനം പറയാൻ ആഗ്രഹം. അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്ന ഇടവക വൈദികൻ അല്പം കളിയാക്കി ഒരു പരിഹാസ രൂപേണ
ഈ മദ്യപാനിയായ സഹോദരനോട് പറഞ്ഞു, അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഇയാൾ ഈ ഇടവകയിൽ ഒരു ധ്യാനം അങ്ങോട്ട് നടത്തും. ഈ മനുഷ്യൻ ഇത് കേട്ടിട്ട് എന്തു പറയാനാ? അയ്യോ, ഒരു ധ്യാനമൊന്നും നടത്താനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ മനുഷ്യൻ അച്ഛൻ പറഞ്ഞ കാര്യം മറന്നില്ല എന്ന് മാത്രമല്ല, അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഒരു പ്രചോദനം, എൻ്റെ ഇടവകയിൽ ഞാൻ ഒരു വചന ശുശ്രൂഷ, ഒരു കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷന് നേതൃത്വം കൊടുക്കാം. വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ കൺവെൻഷന് വേണ്ട കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്യും, അച്ഛൻ എനിക്ക് സമ്മതം തരണം. അപ്പം അച്ഛൻ ചോദിച്ചു, ആരാണ് ധ്യാനിപ്പിക്കാൻ വരുന്നത്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അച്ഛന്മാരെ കണ്ട് അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് അവർ ധ്യാനിപ്പിക്കും, എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്യും. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് വികാരിയച്ഛൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അന്ന് മുതൽ ഈ മനുഷ്യൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിവൈനി വന്ന് അച്ഛന്മാരെ കണ്ട് സംസാരിച്ചു. ആ ഇടവകയിൽ ഒരു കൺവെൻഷന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഈ മദ്യപാനി ആയിരുന്ന മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് ബൈബിൾ കൺവെൻഷൻ്റെ പോസ്റ്ററുകൾ ആ പ്രദേശത്ത്, തീരപ്രദേശത്തുള്ള എല്ലായിടത്തും പോയി വീടാന്തരം വിതരണം ചെയ്യാൻ തുടങ്ങി. റോഡിലൊക്കെയുള്ള ഭിത്തിയിലൊക്കെ ഇത് ഒട്ടിക്കാൻ തുടങ്ങി. കൺവെൻഷന് വേണ്ടി നല്ല ഒരുക്കം. ആര്? മദ്യപാനിയായിരുന്ന ഈ മനുഷ്യൻ, കുറവുകളുള്ള ഈ മനുഷ്യൻ, ഇദ്ദേഹം നല്ല രീതിയിൽ പ്രചരണം നടത്തി. പ്രിയപ്പെട്ടവരെ, ബൈബിൾ കൺവെൻഷന്റെ ദിനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മണ്ണിൽ പെയ്തിറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദേശം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദൈവശക്തി ചൊരിഞ്ഞിറങ്ങിയ ഒരു ബൈബിൾ കൺവെൻഷനായി ഇത് മാറി. അവിടം കൊണ്ട് ഈ മനുഷ്യൻ അവസാനിപ്പിച്ചില്ല. ആ കൺവെൻഷന് ശേഷം ആ തീരപ്രദേശങ്ങളിൽ 14ഓളം ദേവാലയങ്ങളിൽ പോയി ഈ മനുഷ്യന്റെ ഉത്സാഹത്തോടുകൂടിയുള്ള ശുശ്രൂഷ വഴിയായി ഇതാ വ്യത്യസ്തങ്ങളായ വചന ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. ആര്? ഒരു മദ്യപാനി ജീവിതത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ചപ്പോൾ തൻ്റെ വിളിയും ദൗത്യവും തിരിച്ചറിയുകയാണ്. ഞാനിത് എന്തിനാ ഇതൊക്കെ പറയണമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ ജീവിതത്തിൽ ഞാൻ പരാജയമാണ്, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ വിളി മൊത്തം പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൻ്റെ വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. ഇന്ന് ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടപ്പെടുന്ന ഭാര്യയായിരിക്കും. ഇതൊന്നും അല്ലല്ലോ ഞാൻ ആഗ്രഹിച്ച ജീവിതം, ഇതൊന്നും അല്ലല്ലോ, ഇതെന്തൊരു ജീവിതമാണ്, നരകതുല്യമായ ജീവിതം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇതൊരു നരകതുല്യമായ ജീവിതമല്ല, സ്വർഗതുല്യമായ ജീവിതമാക്കാൻ നിനക്കൊരു കടമയുണ്ട്. നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റണം. കുറവുകളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ശൈലി നീ മാറ്റി നിന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുത്താൽ നീ വിചാരിക്കാത്തതിനപ്പുറം നിന്നിലൂടെ ദൈവം ചൊരിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ പിശാച് പിടികൂടും, പിശാച് നശിപ്പിച്ചു കളയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില ഭാഗങ്ങൾ വായിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താം. ജീവിതത്തിൽ അഭിഷേകം ഉണ്ടായിരുന്ന വ്യക്തികളാണ്, പക്ഷേ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചുമുള്ള ജീവിതത്തിലെ അറിവില്ലായ്മ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ പരാജയപ്പെട്ടു പോയ ചിലർ. ഞാൻ 3 വ്യക്തികളെ ഈ സമയത്ത് ശുശ്രൂഷ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വ്യക്തി സാംസനെ കുറിച്ചാണ്. ഈ സാംസൺ ആരാണെന്നറിയാൻ ഒരു വചനഭാഗം വായിച്ചാൽ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനം. ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 16. വചനം ഇങ്ങനെ പറയുന്നു, എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ആരെക്കുറിച്ചാ? സാംസനെ കുറിച്ചാണ് വചനം പറയുന്നത്. സാംസൺ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇത്രയും ബലമുള്ള, ശക്തിയുള്ള, ശാരീരിക ശക്തിയുള്ള മറ്റൊരു വ്യക്തിയില്ല. പേരെന്താണ്? സാംസൺ. അപ്പൊ അവനെ കുറിച്ചാ പറയണേ, ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000-ങ്ങളെ 10,000-ങ്ങളെ നിലംപരിശാക്കി. അത്രയും ശക്തിയുള്ള ഒരുവൻ ദൈവം തിരഞ്ഞെടുത്തവനാ. പക്ഷെ എന്തു പറ്റി?
ഈ സാംസന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതറിയാൻ ഒരൊറ്റ വചനം വായിച്ചാൽ മതി. ന്യായാധിപന്മാരുടെ തന്നെ പുസ്തകം 16-ാം അധ്യായം 21-ാം തിരുവചനം, ചാപ്റ്റർ 16 വേഴ്സ് 21. തൊട്ടടുത്ത അധ്യായം വായിച്ചു നോക്കിയേ. വചനത്തിൽ പറയുന്നു, ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എന്താ ഇപ്പം സാംസന്റെ പരിപാടി? കാഴ്ചയില്ല, മാവ് കുഴയ്ക്കുന്ന പരിപാടി. മാവ് കുഴയ്ക്കുന്ന പണി മോശമായത് കൊണ്ടല്ല, മറിച്ച് അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച്. എങ്ങനെ ഇരുന്നവനാ? ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് 10,000 കൊന്നവൻ ഇപ്പൊ എന്താ പണി? അരിമാവ് കുഴച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊരു തിരിച്ചറിവാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് പാലിക്കേണ്ട അകലം പാലിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ വിളിയും ദൗത്യവും നിനക്ക് സൂക്ഷിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ വീണുപോകും. ചുറ്റുവട്ടത്തുള്ള അനേക വീഴ്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നീ ശ്രദ്ധിക്കണം. നിന്റെ ദൈവവിളി, നിന്റെ ദൗത്യം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നീ ഇടപെടരുത്. നിനക്ക് ദൈവം ഒരു ക്രമീകരണം തന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമീകരണത്തിൽ വേണം ജീവിക്കാൻ. നിനക്ക് തോന്നിയതുപോലെ ചെയ്യരുതെന്നർത്ഥം. തോന്നിയതുപോലെ നടക്കരുത്. തോന്നിയതുപോലെ നടക്കുന്നവനെ മലയാളത്തിൽ വിളിക്കുന്ന പേരെന്താ? തോന്നിയവാസി. തോന്നിയതുപോലെ ജീവിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിക്കാൻ. ഒരു വൈദികനായ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കേണ്ടത് ലോകം പറയുന്നതനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതനുസരിച്ച്. രണ്ടാമതായിട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ദാവീദ് അല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രത്തോളം സുന്ദരമായിട്ട് എഴുതിയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? വിളിയും ദൗത്യവും ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ മറന്നുപോയി. ഇതറിയാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം ഞാൻ പരിചയപ്പെടുത്താം. അത് സാമുവേലിന്റെ 2-ാം പുസ്തകം, അതിന്റെ 11-ാം അധ്യായം 2-ാം തിരുവചനം. ബുക്ക് ഓഫ് സാമുവേൽ, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 11 വേഴ്സ് 2. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊക്കെ വായിച്ച് പരിചയമുള്ള എന്താ? ദാവീദ് സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അതിന് തൊട്ടുമുമ്പ് ഒരൊറ്റ വചനമുണ്ട്. എന്താ വചനത്തിൽ പറയുന്നത്? ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. സായാഹ്നത്തിൽ വൈകുന്നേര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യരൊക്കെ ഒന്ന് വ്യായാമം ചെയ്യുന്ന സമയം, കുട്ടികളാണെങ്കിൽ കളിക്കാൻ പോകുന്ന സമയം, മനുഷ്യൻ ആക്റ്റീവായിട്ടിരിക്കേണ്ട സമയത്ത് അവൻ എന്ത് ചെയ്തു? ഉറങ്ങാൻ പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി, അലസത. നിന്റെ ദൈവവിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഈ അലസത, വളരെ പ്രധാനപ്പെട്ട അലസത ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തി അത് സോളമനാണ്. നമുക്കൊക്കെ പറഞ്ഞ് പരിചയമുണ്ടല്ലോ സോളമൻ, ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ടവൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു ധ്യാനിക്കാം. അത് രാജാക്കന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, അതിന്റെ 3-ാം അധ്യായം 5-ാം തിരുവചനം. അതാ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ കർത്താവ് സോളമന് പ്രത്യക്ഷനായി. എന്നിട്ട് ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് എന്താ വേണ്ടെന്ന് പറയാൻ ദൈവം ഒരുത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുക. എന്ത് വലിയ അടുപ്പാ അവര് തമ്മിലുള്ള. എന്നിട്ട് എന്താ സോളമൻ ചോദിച്ചത്? എനിക്ക് ജ്ഞാനം വേണം. ഈ സോളമൻ, ഇത്രത്തോളം ബന്ധമുള്ള സോളമന്റെ ജീവിതത്തിൽ അവന് അപകടം സംഭവിച്ചു. നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 11-ാം അധ്യായം 10-ാം തിരുവചനം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 11 വേഴ്സ് 10. വചനം പറയുന്നു, സേവിക്കരുന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ കാരണങ്ങളൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 11-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങളോട് പാലിക്കേണ്ട അകലം പാലിച്ചില്ല. ഡിറ്റാച്ച്മെന്റ്.
നിന്റെ ദൈവവിളി, നിന്റെ ദൗത്യം ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ചേർത്ത് വയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ പറ്റൂ. അല്ലാത്തതിനെ എന്റർടൈൻ ചെയ്താൽ ജീവിതം തകിർന്നു വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോ പറഞ്ഞ ഈ 3 പേരെ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇഷ്ടം പോലെ വ്യക്തികളെ ധ്യാനിക്കാം. ഈ 3 പേര് നമ്മളെ ഈ രാത്രി പഠിപ്പിക്കുന്നു. എന്താ? ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വിളി, നമുക്കുള്ള ദൗത്യം മറന്നു പോകരുത്. അലസതയ്ക്ക് സ്ഥാനം കൊടുക്കരുത്. അകലം പാലിക്കേണ്ട ഇടങ്ങളിൽ അകലം പാലിക്കണം. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ വിളിയെ നമ്മൾ വിലയുള്ളതായി കണക്കാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന രാത്രിയാ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലഭിക്കുന്ന ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവെ അതൊരു അഭിഷേകമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ വചന സന്ദേശം കേൾക്കും. അതിനോട് ചേർന്ന് നമ്മൾ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷയിൽ വളരെ അഭിഷേകത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് പങ്കുചേർന്ന് കൃപയിൽ ആയിരിക്കാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ തിരുമുൻപിൽ ആമേൻ പറയുന്ന കർത്താവിൻ്റെ മക്കളായ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. അടച്ച കണ്ണുകളും കൂപ്പിയ കരങ്ങളും സമർപ്പിക്കുന്ന ഹൃദയവുമായിട്ട് ത്രിയേക ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മളായിരിക്കുമ്പോൾ അവിടുത്തെ സന്തോഷമാകട്ടെ നമ്മുടെ ജീവിതം. അവിടുന്ന് സന്തോഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മ കണ്ടിട്ടാകട്ടെ. ദൈവമേ, പാപം ഗ്രസിച്ച ലോകത്ത് നന്മയായി ജീവിക്കുക എന്നത് അങ്ങയുടെ ഹിതമാണല്ലോ. അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവും ഉടയവനും ഉടമസ്ഥനുമാണ്. അങ്ങയുടെ തിരുഹിതം നിർവഹിച്ച് ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നന്മയുടെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നന്മയായിട്ടുള്ളത് ശ്രവിക്കാനും പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട നന്മകളെ ശ്രവിക്കുക മാത്രമല്ല, അത് സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് ഏകണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാലാഖമാരുടെയും സംരക്ഷണവും വിശുദ്ധരുടെ പ്രാർത്ഥനയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധരായ വിശുദ്ധാത്മാക്കളെ, ശുദ്ധീകരണാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ അമ്മ സഹന ജീവിതത്തെക്കുറിച്ചും സഹനത്തിലൂടെ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നേടാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഇന്നലെ പറഞ്ഞു തന്നു അല്ലേ? ആ പറഞ്ഞതൊക്കെ നമ്മൾ സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്.
അമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചത് അത് നമുക്കൊരു കരുത്താണ്. എന്തൊക്കെ സങ്കടം ഉണ്ടായാലും, എത്ര വലിയ സങ്കടക്കടലിലാണെങ്കിലും സങ്കടക്കടലിൽ മുങ്ങി 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 നമുക്ക് വേണ്ടി സങ്കടങ്ങൾ സ്വീകരിച്ച് മുറിവേറ്റ് മരിച്ച ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സങ്കടക്കടലിൽ തന്നെ ആയിരുന്നു കൊണ്ട് സ്വർഗത്തെ നോക്കി ആശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ നിരാശയാണ്, ദുഃഖമാണ്, വിഷമമാണ്. പല അമ്മമാരും പല ചേച്ചിമാരും ഒക്കെ പറയാറുണ്ട്, കല്യാണം കഴിച്ചു കൊണ്ട് വന്ന് അന്ന് തുടങ്ങിയതാ. അല്ലെങ്കിൽ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവർ എത്ര കാലമായി സിസ്റ്ററെ പ്രാർത്ഥിക്കുന്നു, ഒരു ഉത്തരവും കിട്ടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, വിഷമിക്കണ്ട. നിന്റെ സങ്കടത്തിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത വലിയ വിലയുള്ള ഒരു സംഭവമാണ് നീ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, വലിയൊരു കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നേ. അത് എച്ചിലാക്കാതെ ആ സഹനം എന്തിനു വേണ്ടി ദൈവം അനുവദിച്ചുവോ ആ സഹനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്താതെ, അത് ചോർത്തിക്കളയാതെ, അതിന് വലിയ വിലയുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കതനുസരിക്കാം. അതിന് വലിയ വിലയുണ്ട്. അമ്മ പറയുന്നു, ഇത് മഹാസമരത്തിൻ്റെ സമയമാണ്. മനുഷ്യൻ മനുഷ്യനോട് സമരം ചെയ്യുന്നു, ലോകത്തിലുള്ളവരോട് സമരം ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ തലങ്ങളിൽ സമരങ്ങൾ നടത്തുന്നു, ആത്മീയരായവർ അത് വലിയൊരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു, തിന്മയുമായിട്ട് സമരം ചെയ്യുന്നു, തിന്മ നന്മയുമായിട്ട് സമരം ചെയ്യുന്നു. ആകെ സമരത്തിൻ്റെ വലിയൊരു സമയമാണെന്ന് അമ്മ പറയുന്നത്. ഭീകരതകളും പ്രക്ഷോഭണങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും, യുദ്ധം, വരൾച്ച, കലഹം, ദൈവിക വിശ്വാസം പരിത്യജിക്കൽ. ഞാനിത് സ്പീഡിൽ വായിച്ചു പോകുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇതൊക്കെ ഈ ലോകത്തുണ്ടാകുന്നതല്ലേ. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ആ ദൈവിക വിശ്വാസം പരിത്യജിക്കലും വരൾച്ചയും കലഹവും എല്ലാം സാത്താൻ്റെ സന്തോഷത്തിൻ്റെ അടയാളങ്ങളാണ്. അവൻ സന്തോഷിച്ചോട്ടെ, പക്ഷേ അവൻ്റെ സന്തോഷം അധിക സമയം നീണ്ടു നിൽക്കില്ല എന്നുള്ളത് അമ്മ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സന്തോഷിക്കാം, പക്ഷെ ആനന്ദിക്കാൻ പറ്റില്ല. മക്കളെ, നിങ്ങൾ കൂടുതൽ ഒരുക്കമുള്ളവരായിരിക്കുക, സ്നേഹത്തിലും പുണ്യാഭിവൃദ്ധിയിലും ജീവിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രാജാവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രഭാപൂരത്തിൽ എഴുന്നള്ളി വരുന്ന സമയം സമീപിച്ചിരിക്കുന്നു. അമ്മ എപ്പോഴും ആ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ദ്വിതീയ ആഗമനത്തിൻ്റെയും അമ്മയാകുവാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മാതൃവിശേഷമായ സ്നേഹത്തോടെ മനുഷ്യരാശിയെ ഒരുക്കുക എന്ന ദൗത്യ നിർവഹണത്തിനായി ഈ അമ്മ പരിശ്രമിക്കുകയാണ്. ഈശോയുടെ ആദ്യത്തെ ആഗമനത്തിന് അമ്മയെ തിരഞ്ഞെടുത്തു. അമ്മയിലൂടെയാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. അമ്മ പറയുന്നു, യേശുവിൻ്റെ രണ്ടാം ആഗമനത്തിനായി, പ്രത്യാഗമനത്തിനായിട്ട് അമ്മയെയാണ് തിരഞ്ഞെടുത്ത് ലോകത്തെ ഒരുക്കാനായി ഈശോ അയച്ചിരിക്കുന്നത്, സ്വർഗം അയച്ചിരിക്കുന്നത്. ആ അമ്മ ആ മാതൃവിശേഷമായ സ്നേഹത്തോടെ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ നിർവഹണത്തിനായിട്ട് അമ്മ പരിശ്രമിക്കുകയാണ്. മക്കളെ, ഈ അമ്മയ്ക്ക് ശക്തി പകരുക. വേദനാപൂർണമായ കാലയളവിൽ നിങ്ങൾക്ക് സമാധാനമായി കഴിയാനുള്ള എൻ്റെ വിമല ഹൃദയത്തിൽ സ്വയം പ്രതിഷ്ഠ നടത്തുക. വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുക. വേദനാപൂർണമായ കാലങ്ങൾ, അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാലയളവിൽ സമാധാനമായിട്ട് കഴിയാൻ അമ്മയുടെ ഹൃദയത്തിൽ അഭയം തേടുക. നമുക്ക് ഒരുമിച്ച് കാൽവരി കയറി വിശുദ്ധിയുള്ള സഹനത്തിലൂടെ, അപ്പൊ സഹനത്തിലും വിശുദ്ധിയല്ലാത്ത എന്തോ ഉണ്ട്, വിശുദ്ധിയില്ലാത്ത സഹനവും ഉണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ വരുത്തി തീർക്കുന്ന കാര്യങ്ങൾ,
മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി വാഹനമിടിച്ച് മരിക്കുകയോ കൈയും കാലുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയോ തളർന്ന് കിടക്കുകയോ അതുവഴി ആ കുടുംബത്തിന് സങ്കടങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ട്, നമ്മുടെ പാപം കൊണ്ട്, നമ്മളിലൂടെ പ്രവർത്തിച്ച് തിന്മ കൊണ്ട് എന്തെങ്കിലും വന്നിട്ട് അത് സഹനമാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. അമ്മ പറയാണ്, വിശുദ്ധിയുള്ള സഹനത്തിലൂടെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ, ആ സഹനങ്ങളെ പിറുപിറുപ്പോ മുറുമുറുപ്പോ ഇല്ലാതെ സ്വീകരിക്കുന്നതാണ് വിശുദ്ധിയുള്ള സഹനങ്ങൾ. അതിലൂടെ സഹിച്ച് മുന്നേറിയവരാണ് വിശുദ്ധാത്മാക്കൾ. ഒത്തിരി സഹിച്ച് രോഗബാധിതരായിട്ടും അല്ലാതെയൊക്കെ. പണ്ടൊക്കെ ക്രിസ്ത്യാനികളെ ആണല്ലോ വിളക്കുകാലിൽ കത്തിച്ച് പന്തമായിട്ടൊക്കെ കൊളുത്തിക്കൊണ്ടിരുന്നു. എത്രയോ ക്രിസ്ത്യാനികൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധിയുള്ള സഹനങ്ങളും ഉണ്ട്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ വിശുദ്ധിയുള്ള സഹനത്തിലൂടെ മഹത്വീകൃതമായ ഭാവിയെ പുൽകാം. അപ്പൊ സഹനത്തിനപ്പുറത്ത് മഹത്വമുണ്ട്, കുരിശിനപ്പുറത്ത് സ്വർഗമുണ്ട്, രക്ഷയുണ്ട് എന്ന് പറഞ്ഞു തന്ന കർത്താവിൻ്റെ അമ്മ നമ്മളോട് പറയാണ്, സഹനത്തിലൂടെ മഹത്വീകൃതമായൊരു ഭാവിയുണ്ട്. അത് നമ്മളെ പ്രത്യാശപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പൊ സഹിക്കാൻ അല്പം ശക്തി കിട്ടുന്നില്ലേ? എന്നെ കേൾക്കുന്ന മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് മുതൽ സഹനത്തെ ഓർത്ത് സങ്കടപ്പെടരുത്. പലതരത്തിൽ സങ്കടങ്ങളുണ്ട്, എനിക്കറിയാം. ഈ ലോകത്തിലല്ലേ ഞാനും ജീവിക്കുന്നേ. ഒത്തിരി സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെ വിശുദ്ധിയുള്ള സഹനങ്ങളാക്കി സ്വീകരിച്ചുകൊണ്ട്, സഹനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് മഹത്വമുള്ളൊരു ഭാവി നമുക്ക് സ്വീകരിക്കാം. മക്കളെ, തിരുസഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാ വിശുദ്ധ കുർബാനയിലും മാർപ്പാപ്പയെ ഓർക്കണം. ജപമാല ചൊല്ലുമ്പോഴും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു കുടുംബനാഥൻ ഭാര്യയും 2, 3, 4, 5 വേണ്ട 10 മക്കളുണ്ടാകട്ടെ. അങ്ങനെയുള്ള ഒരു കുടുംബനാഥന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനിലുള്ള ഈശോയുടെ മക്കളുടെ അപ്പനായിട്ട് നിൽക്കുന്ന മാർപ്പാപ്പയുടെ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ? പലരും ഒരു വാക്കിൽ ഒന്ന് പിഴച്ചുവെന്നോ അല്ലെങ്കിൽ മാർപ്പാപ്പ ഉദ്ദേശിക്കാത്തൊരു കാര്യം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരുത്തി എന്തൊക്കെ കുറ്റങ്ങളാണ് മാർപ്പാപ്പയെ പറയുന്നേ. ആ പരിശുദ്ധ സിംഹാസനത്തെ ഒരിക്കലും വിധിക്കരുത്, കുറ്റം പറയരുത്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണകൂടങ്ങളിൽ വിള്ളൽ ബാധിച്ചിരിക്കയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതൽ തീക്ഷ്ണത ഉള്ളതാക്കുക. ഇനി ഞാൻ അല്പം മാത്രം സംസാരിക്കുന്ന കാലം വരുന്നു. അമ്മ ഇപ്പൊ കുറേ സംസാരിച്ചു. എന്നിട്ട് അമ്മ പറയാ, അമ്മ നോക്കിയിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇത്രയൊക്കെ മക്കളോട് പറഞ്ഞിട്ട് മക്കൾ എന്താ ചെയ്യുന്നേ എന്ന് നോക്കിയിരിക്കുക. അമ്മ പറയുന്നു, ഇനി ഞാൻ അല്പം മാത്രം സംസാരിക്കുന്ന കാലം വരുന്നു. എങ്കിലും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും അനുസരിക്കാതിരിക്കരുത്. ഇത്രയും സന്ദേശങ്ങളിലൂടെ, അമ്മ പറഞ്ഞ വാക്കുകളിലൂടെ, ആഹ്വാനങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നില്ലേ? എന്നിട്ട് അമ്മ പറയാ, നിങ്ങൾക്കത് ചിലപ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. ചിലപ്പോൾ അത് നിസ്സാരമാണെന്ന് തോന്നിയാലും ആ കാര്യം പോലും അനുസരിക്കാതിരിക്കരുത്. ഭയമില്ലാതെ നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ വ്യഗ്രതകളുടെയും ഭയാശങ്കകളുടെയും മധ്യേ അരൂപിയുടെ പ്രശാന്തതയിൽ ജീവിക്കുക. എന്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടായാലും ശാന്തരായിരിക്കും ദൈവ പൈതല്. ശാന്തതയോടെ ജീവിക്കുക. എന്തൊക്കെ ഉണ്ടായാലും ശാന്തരായിരിക്കുക. ഈ അമ്മ നിങ്ങളോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മ തന്ന 43-ാമത്തെ സന്ദേശം 2001 ജനുവരി 9 അന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുച്ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയുണ്ട് ഗാഡലുപ്പെ മാതാവിൻ്റെ ഒരു തിരുച്ചിത്രം. ആ ചിത്രം ആശീർവദിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് 2000 ജനുവരി 8 രാത്രി 8 മണി മുതൽ 2009 രാവിലെ 8 മണി വരെ തുടർച്ചയായിട്ട് സുഗന്ധ കണ്ണുനീരൊഴുകിയ അനുഭവം ഉണ്ടായി. ഈ തിരുസ്വരൂപവുമായിട്ട്, ഈ ചിത്രവുമായിട്ട് ഇവിടെ വന്ന
സഹോദരനും അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെ വന്ന് ആ രൂപം വെച്ചു. ബഹുമാനപ്പെട്ട അബ്രാഹം കടിയക്കുഴിയച്ചൻ ഗാഡലിപ്പയിൽ പോയപ്പോൾ ഇവിടേക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ആ ചിത്രത്തെ ചില്ലൊക്കെ ഫ്രെയിം ചെയ്യിപ്പിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. ആ സമയം മുതൽ ആദ്യം അത് AC ഇട്ടിട്ടുള്ള വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നത് കൊണ്ട് പുറത്തേക്ക് എടുത്തപ്പോൾ അതിൽ നിന്ന് ആവിയായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. പക്ഷെ ഞങ്ങളവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രചോദനം തന്നു. ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ കണ്ണുനീരൊഴുക്കുന്നു എന്ന്. ഞാനത് കണ്ടിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി തന്നെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ വന്നവര് ആ കണ്ണുനീരൊന്ന് വെറുതെ കൈ കൊണ്ടൊന്ന് തുടച്ചു നീക്കിയപ്പോൾ ഭയങ്കര സുഗന്ധമായിരുന്നു. അപ്പോൾ മുതൽ തുടർച്ചയായിട്ട് രാത്രി മുഴുവനും ഈ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. കുറേ മക്കൾ ആ കാലഘട്ടങ്ങളിൽ രാത്രിയിലും പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്. ഞങ്ങൾ സാധിക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ ആത്മീയ പിതാവും ഇവിടെ എത്തി അച്ഛൻ അതൊക്കെ വീഡിയോ ചെയ്ത അനുഭവമൊക്കെ ഉണ്ടായി. അതിനുശേഷം ശേഖരിക്കപ്പെട്ട ആ കണ്ണുനീർ തുള്ളി തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിക്ക് മടങ്ങാത്ത മുട്ടുകൾ മടങ്ങുകയും വലിയ രോഗശാന്തി ആ ഗ്രൂപ്പിന് ലഭിക്കുകയും ചെയ്തു. ഒത്തിരി മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇതിന് സാക്ഷിയായി എൻ്റെ ഒരു ആങ്ങളയായി നിലകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട എൻ്റെ ജോസേട്ടൻ കഴിഞ്ഞ വർഷം ജൂലൈ 26-ന് ഈശോയുടെ അടുത്തേക്ക് പോയി. ഭാഗ്യപ്പെട്ട മരണം സ്വീകരിച്ച് പോയി. ആ സഹോദരനാണ് ഇത് ഫ്രെയിം ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ആൻറ്റിനും ഉണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, അന്ന് കണ്ണുനീരോടെ അമ്മ മക്കളോട് സംസാരിക്കുകയായിരുന്നു. അമ്മ കരയുന്നത് അത്ഭുതമാണ്. പരിശുദ്ധ അമ്മ കരയുന്നത് അത്ഭുതമാണ്. പക്ഷെ മക്കൾക്ക് അമ്മയുടെ കണ്ണുനീർ ഒരു സന്തോഷമോ അത്ഭുതമോ അല്ല. അമ്മ കരയുന്നത് നമ്മളെ ഓർത്താണ്. അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നേ? അമ്മ പറഞ്ഞു, കതിരും പതിരും തിരിക്കേണ്ട സമയമാണിത്. വിരലിലെണ്ണാവുന്നവർ വിശ്വസ്തരായി നിലനിൽക്കുകയും അതുവഴി രക്ഷിക്കപ്പെടുന്ന മക്കൾ ജീവിതം അനുഭവമാക്കി തീർക്കുകയും ചെയ്യും. ഈ ശുശ്രൂഷയിലൂടെ നൽകപ്പെട്ട അടയാളങ്ങൾ വഴി രക്ഷിക്കപ്പെടുന്നവർ ഏറെയാണ്. അടയാളങ്ങളെ തിരസ്കരിക്കുന്നവരും ഫലശൂന്യമായ രീതിയിൽ മുദ്ര ചെയ്യുന്നവരും വിരളമല്ല. പിതാവിൻ്റെ കരവേലകളായ മനുഷ്യ മക്കളെല്ലാം യേശുക്രിസ്തുവിനെ അടയാളമായി സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ അടയാളമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ അടയാളമായി ജീവിക്കാതെ മനുഷ്യർ ജീവിക്കുന്നത് കണ്ടിട്ട് അമ്മ കരയുകയാണ്. എപ്പോഴെങ്കിലും അനുഭവപ്പെടുന്ന സുഗന്ധം കരുണയാലാണെന്നറിയുക. വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകാൻ ഘോര സമരം ചെയ്ത് വിജയിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഭൂമുഖം നറുമണത്താൽ നിറയും. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനുള്ള അതീവ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ കൃപ കണ്ടെത്താനല്ല, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ ദൂതൻ എന്താ പറഞ്ഞത്? മറിയമേ, നിനക്ക് സ്വസ്തി, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അങ്ങനെ നമ്മെ നോക്കി ലോകം ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞവനാണ് എന്ന് പറയുന്നത് കേൾക്കാൻ, ലോകം പറഞ്ഞില്ലെങ്കിലും ദൈവം പറയുന്നത് കേൾക്കാൻ അമ്മയ്ക്ക് കൊതിയുണ്ട്. അതുകൊണ്ട് അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകാൻ ഘോരമായൊരു സമരം നടത്തണം. നമ്മൾ നമ്മളോട് തന്നെ സമരം ചെയ്യണം. നമ്മൾ ലോകത്തോട് സമരം ചെയ്യണം. ലോക ആസക്തികളോട് സമരം ചെയ്യണം. അങ്ങനെ സമരം ചെയ്ത് വിജയിച്ചേ പറ്റൂ. അമ്മയ്ക്ക് നമ്മളെ വിജയിപ്പിച്ചെടുക്കണം. നമ്മുടെ വിജയം സ്വർഗത്തിലാണ്. വിജയം നൽകുന്ന യോദ്ധാവായ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമ്മളിലുണ്ട്. നമ്മൾ വിജയിക്കും. അപ്പോൾ ഈ ഭൂമുഖം
നറുമണത്താൽ നിറയും. വിശുദ്ധിയുടെ മക്കൾ ലോകത്ത് നിറയുമ്പോൾ നറുമണം കൊണ്ട് ലോകം നിറയും. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനുള്ള അതീവ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരാതിയുമായി പരമോന്നതനെ സമീപിച്ചിരിക്കുന്ന സാത്താനെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ചെറുത്തു തോൽപ്പിക്കുക. നമ്മളൊക്കെ നല്ലതാവുന്നത് കണ്ടിട്ടേ പല പരാതിയുമായിട്ട് സാത്താൻ അവിടെ എത്താറുണ്ട്. ജോബിനെ കുറിച്ച് പരാതി പറയാൻ എത്തിയില്ലേ, പക്ഷെ കർത്താവ് വിട്ടുകൊടുത്തോ? ഇല്ലല്ലോ. അതുപോലെ നമുക്കും തീക്ഷ്ണതയോടെ സഹിച്ച് വിശുദ്ധരായി ജീവിച്ച് പ്രാർത്ഥനയിൽ ജീവിക്കാം. പ്രാർത്ഥനയും പരിത്യാഗവും വഴി തിന്മയെ ചെറുത്ത് തോൽപ്പിക്കുക. പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി സംഭരിക്കുക. പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനെ അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അത് സംഭരിക്കാം. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് അമ്മ ആശംസിക്കുകയാണ്. വീണ്ടും 44-ാമത്തെ സന്ദേശം 2001 മാർച്ച് 25 പരിശുദ്ധ അമ്മ നൽകി. അമ്മ പറയുന്നു, എൻ്റെ മക്കളെ, അവതരിച്ച വചനത്തിൻ്റെ അമ്മയാണ് ഞാൻ. വചനം മനുഷ്യപ്രകൃതി സ്വീകരിക്കുന്നതിന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുമടിയിൽ നിന്നും എളിയവളായ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദിനത്തിൻ്റെ സ്മരണകളാൽ നിറഞ്ഞിരിക്കുന്ന മക്കളെ, നിങ്ങളെയും ദൈവ തിരുമനസ് പരിപൂർണമായി നിറവേറ്റാനുള്ള ജീവിതത്തിൽ സഹായിക്കാൻ സദാ സന്നദ്ധയാണെന്നറിയുക. അമ്മ എപ്പോഴും സന്നദ്ധത അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് തയ്യാറെടുക്കേണ്ടത്. അധരത്താൽ മാത്രമല്ല, ഹൃദയം കൊണ്ട് ഈ അമ്മയോടൊപ്പം ഉവ്വ് എന്ന് പ്രത്യുത്തിരിക്കുന്ന മക്കളാകുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആവേശത്തിൽ അമ്മേ ഞങ്ങൾ കൂടെയുണ്ടെന്നങ്ങ് പറഞ്ഞിട്ട് കൂടെ ഇല്ലാതെ ജീവിക്കരുത് എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അധരത്താൽ മാത്രമല്ല, ഹൃദയം കൊണ്ട് ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് നമ്മൾ അമ്മയുടെ കൂടെയുണ്ട്. ഉവ്വ് അമ്മേ, യെസ് ഫിയാറ്റ് എന്ന് പറയാനായിട്ട്, പ്രത്യുത്തരിക്കാനായിട്ട് അത് നോക്കി കാത്തിരിക്കുക അമ്മ. നിങ്ങളുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന മാലിന്യങ്ങളെ ഉപേക്ഷിച്ച് മലിനമായതൊന്നും ആത്മാവിൽ സൂക്ഷിക്കരുത്. അത് ആത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു മുള്ള് നമ്മുടെ ശരീരത്തിൽ തറച്ചാൽ അവിടെ ഇരുന്നാൽ നമ്മുടെ ശരീരം പ്രതികരിക്കും, പഴുക്കും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, നീരുണ്ടാകും, പ്രതികരിക്കും ശരീരം. അതിനെ എടുത്ത് കളയുന്നത് വരെയും, അത് എടുത്തു കളഞ്ഞാൽ മാത്രം പോരാ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് മരുന്നായിട്ട് തരും ഡോക്ടേഴ്സ്, അല്ലേ? അമ്മ പറയാണ്, നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന മാലിന്യങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുക. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാലിന്യ മുള്ളുകൾ തളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളഞ്ഞിട്ട് യേശുവിനെ അനുഗമിക്കാനുള്ള ആഗ്രഹം സമർപ്പിക്കുമ്പോൾ നമുക്ക് കൂദാശകളിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ്, ആൻറ്റിബയോട്ടിക്സ് ആണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. ആ കൃപ കിട്ടിയില്ലെങ്കിൽ ആത്മാവിൽ ഈ മുള്ള് തറച്ചിരിക്കും, അതിനെടുത്ത് കളയാൻ വലിയ വിഷമമാണ്. അമ്മ വീണ്ടും പറയുന്നു, എൻ്റേതല്ലാത്ത പാദമുദ്രകളെ തിരിച്ചറിയുക. പരിശുദ്ധ അമ്മയെപ്പോലെ വരാൻ സാത്താന് പറ്റും, പക്ഷേ യേശുവിനെ വഹിച്ചു കൊണ്ടുവരാൻ സാത്താന് പറ്റില്ല. യേശുവിനെ വഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ, യേശുവിനെ നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ. പ്രഭാപൂരിതയായിട്ടൊക്കെ അമ്മയുടെ വേഷം കെട്ടി അവൻ വരും, പക്ഷെ അവൻ ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല. അവന് വിമല ഹൃദയമില്ല, ആ വിമല ഹൃദയത്തിൽ തിരുഹൃദയമില്ല. അമ്മ പറയുന്നു, തിരിച്ചറിയണം, ഈ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. മരണത്തിലേക്ക് നയിക്കുന്ന കാൽപ്പാടുകൾ തിരിച്ചറിയാതെ നിങ്ങൾ ജീവിക്കുന്നതിനാൽ ഈ അമ്മ ദുഃഖിതയാണ്. ഈ തിരിച്ചറിയാനൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയാണ്, മരണത്തിലേക്ക് നയിക്കുന്ന കാൽപ്പാടുകൾ തിരിച്ചറിയാത്തത് കൊണ്ട് അമ്മ ദുഃഖിതയാണ്, നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട്. വളരെ പ്രതീക്ഷയോടെ ഈ ഭൂമിയെ മനോഹരമായ പൂന്തോട്ടമായി സൃഷ്ടിച്ചു, കാവൽക്കാരെ ഏർപ്പെടുത്തി. എന്നാൽ ഇന്ന് കാവൽക്കാർ സുഖാന്വേഷികളായി, പൂക്കളെല്ലാം ഉണങ്ങുന്നു. ചുറ്റുപാട് നോക്കുമ്പോൾ എൻ്റെ തിരുക്കുമാരൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് നിറയുന്നു. ഈശോ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്.
ഈ ലോകത്തിന് കാവൽക്കാരായി പലരെയും ഈശോ നിയോഗിച്ച് ഇപ്പോഴും നിയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിയോഗിച്ചവരിൽ പലരും സുഖാന്വേഷികളായി കാവലാളാകുക എന്നുള്ള ജീവിത ദൗത്യത്തെ മറന്ന് സുഖാന്വേഷികളായി പോയി. മനോഹരമായ പൂന്തോട്ടത്തിലെ പൂക്കളായ മനുഷ്യജീവിതങ്ങളൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ചുറ്റുപാട് നോക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം വിങ്ങുന്നത് അമ്മ കാണുന്നേ. നശിച്ചു കിടക്കുന്ന ഒരു മരുഭൂമിയും അതിൽ വന്യമൃഗങ്ങൾ വിഹരിക്കുന്നതും കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക മക്കളെ. വിരളമായ അരൂപിയിൽ നിലനിൽക്കുന്ന മക്കൾ അടിതെറ്റി വീഴാതിരിക്കുവാനും അനുദപിച്ച് തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് മാനവകുലം മുഴുവനും രക്ഷ അനുഭവിക്കുവാനുമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം മറ്റേതൊരു വ്യക്തിയേക്കാൾ കുറ്റമറ്റതാണെന്ന് നിങ്ങൾ പറയരുത്. അത് തീരുമാനിക്കേണ്ടത് യേശുവാണ്. നിങ്ങളുടെ ഇച്ഛാശക്തിയെ ഈ അമ്മയ്ക്ക് വിട്ടുതരിക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ കെണികളിൽ നിന്നും എൻ്റെ ആത്മാവ് വെറുക്കുന്ന, പരിശുദ്ധ അമ്മയുടെ ആത്മാവ് വെറുക്കുന്ന എല്ലാത്തിൽ നിന്നും, സർവ്വതിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിച്ച് വചനമായ യേശുവിലേക്ക് നിങ്ങളെ വളർത്താം. മക്കളെ, ദൈവം നൽകുന്ന അനുഭവങ്ങളിൽ അവിശ്വസിക്കുകയോ അവനെ പ്രതി നിങ്ങളെ പരിഹസിക്കുകയോ ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട. ധൈര്യപൂർവം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുക. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ധൈര്യം കൈവെടിയരുത്. ഹല്ലേലൂയ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ധൈര്യം കൈവെടിയരുത്. നിങ്ങൾ പ്രത്യേകമായി നിർവഹിക്കേണ്ട ചുമതലകൾ ചുരുങ്ങിയ കാലയളവിൽ നിർവഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതെ, അമ്മ പറഞ്ഞതുപോലെ നമ്മൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർവഹിച്ചു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈ ചാനലിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്താ? അമ്മ പറഞ്ഞത്, മക്കളോട് പറഞ്ഞത് മക്കളെ അറിയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും നമ്മൾ നിർവഹിക്കേണ്ട ഒരു ചുമതലയാണ്. അംഗീകാരത്തിനോ പുകഴ്ചയ്ക്കോ മനുഷ്യ മനസ്സിൽ സ്ഥാനം കൊടുക്കരുത്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു ദൈവ ശുശ്രൂഷയും ചെയ്താൽ, നമ്മളെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിച്ച് ഒരു ദൈവ ശുശ്രൂഷ ചെയ്താൽ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴും. മനുഷ്യർ നമ്മളെ പ്രശംസിച്ചില്ലെങ്കിലും കർത്താവ് നമ്മളെ പ്രശംസിക്കും, നമുക്ക് സ്വർഗ്ഗം ഉറപ്പാക്കി തരും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, മുന്നേറാം. സഹനത്തിൻ്റെ പാതയെ പുൽകുക. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും നിങ്ങളെ നിശബ്ദരാക്കുന്നുവെങ്കിൽ കല്ലുകൾ ആർത്ത് അട്ടഹസിക്കുകയും ലോകത്തെ ഭയന്ന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാക്ഷ്യം നൽകാതിരുന്നാൽ കല്ലുകൾ എൻ്റെ ദുഃഖത്തെ പ്രതി നിലവിളിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ മിണ്ടാതിരുന്നാൽ, കർത്താവിൻ്റെ സൃഷ്ടിയാണ് കല്ലും മണ്ണും ഒക്കെ, ഈ ഭൂമി പ്രതികരിക്കും. കല്ലുകൾക്ക് പോലും ജീവൻ ലഭിക്കും. ആ കല്ലുകൾ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജീവനുള്ള മനുഷ്യൻ സാക്ഷ്യം നൽകി ജീവിക്കാതിരുന്നാൽ കല്ലുകൾ ദൈവത്തിൻ്റെ ദുഃഖത്തെ പ്രതി നിലവിളിക്കുന്നൊരു കാലം അത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ കർത്താവിന് സാക്ഷികളായിട്ട് ജീവിക്കണം. പഴയ നിയമ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, കട്ടിളപ്പടിയിൽ നിന്ന് നിന്റെ വിധി നടക്കുമ്പോൾ, നീ ദൈവവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, നീ ചെയ്തിട്ടുള്ള തെറ്റുകൾ നീ മറച്ചു വെച്ചാലും, നീ എവിടെയായിരുന്നപ്പോഴാണോ ആ തെറ്റ് ചെയ്തത് അതിന് സാക്ഷിയാകുന്ന കട്ടിളപ്പടികൾ, കല്ലുകൾ, മണ്ണ് എല്ലാം ഉണ്ട്. ഈ പ്രകൃതി, ഈ ലോകം ദൈവത്തിൻ്റെതാണ്. ലോകം പ്രതികരിക്കും. കല്ലുകൾ പോലും നമുക്കെതിരെ സാക്ഷ്യം പറയും. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല. അത് കർത്താവിനറിയാം. നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാശ്ചിത്തം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ പാപമോചനം ലഭിച്ച് ഇളവുകളൊക്കെ ലഭിക്കും. അങ്ങനെ ജീവിക്കണം. ജീവനില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കല്ലുകൾ ദൈവത്തിന് സാക്ഷ്യം നൽകാനായിട്ട് ഉണരുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ജീവൻ നിക്ഷേപിച്ച്, ദൈവത്തിൻ്റെ ജീവൻ നിക്ഷേപിച്ച് നിനക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ എന്ന് പറയുന്നതിൽ നമ്മൾ സാക്ഷ്യം നൽകാതിരുന്നാൽ ആ പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ ചെയ്തവരായാലും
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പൈതലേ, ഈശോയുടെ മകനെ, ഈശോയുടെ മകളെ, എത്ര വലിയ പാപം ചെയ്ത മകനാണെങ്കിലും മകളാണെങ്കിലും ദൈവസ്നേഹത്തിൽ ആശ്രയിക്കുകയും അനുതാപം നിങ്ങളിൽ ഉണ്ടാകുകയും ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും ചെയ്താൽ തീർച്ചയായും രക്ഷ നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ രക്ഷകന്റെ സ്വഭാവം. ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ രക്ഷിക്കാനാണ് ഈശോയ്ക്ക് ഇഷ്ടം. കാരണം അവിടുത്തെ സ്വഭാവമാണ് രക്ഷിച്ചെടുക്കുക എന്നുള്ളത്. അതിനല്ലേ ഈശോ ദൈവം മനുഷ്യനായത്? അത് ചെറിയ കാര്യമല്ലല്ലോ. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആർദ്രതയ്ക്ക് പരിമിതിയില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് പരിമിതിയില്ല, വ്യവസ്ഥകളില്ല. അവിടുന്ന് സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കരുണ സ്വീകരിച്ചാലില്ലെങ്കിലും കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അമ്മ പറയുന്നു, മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, കരുണയ്ക്കായിട്ട് യാചിക്കണം. മക്കളെ, സാക്ഷ്യത്തിനായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശിനെ ദുഷിച്ച വിജ്ഞാനത്തിന് വേണ്ടി കൈമാറ്റം നടത്താതിരിക്കാൻ സൂക്ഷിക്കുക. സാക്ഷ്യ ജീവിതം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നെന്നും മനുഷ്യൻ യേശുവിനെ ക്രൂശിച്ചെന്നും ആ ക്രൂശിക്കൽ ദൈവമഹത്വത്തിനായി ദൈവം ഉപയോഗിച്ചുവെന്നും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ മഹത്വത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു എന്നും അത് മനുഷ്യന്റെ രക്ഷയായിരുന്നു എന്നും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കുരിശ്, സഹനം, അതിനെ സാക്ഷ്യത്തിനായിട്ട് നൽകുന്നതാണ് നമുക്ക് നമ്മുടെ സഹനങ്ങളും. അതിനെ ദുഷിച്ച വിജ്ഞാനത്തിന് വേണ്ടി കൈമാറ്റം നടത്താതിരിക്കാൻ സൂക്ഷിക്കുക. കുരിശിനെ കുറിച്ചുള്ള ബോധ്യം പലർക്കും ഇന്നില്ല. കുരിശിനെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്നവരാ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. അത് ദൈവിക വിജ്ഞാനത്തിൻ്റെ, ദൈവിക സഹനത്തിൻ്റെ വിജയരഹസ്യത്തിൻ്റെ അടയാളമാണ് കുരിശ്. അതിനെ ദുഷിച്ച വിജ്ഞാനത്തിന് കൈമാറിക്കൊടുക്കാൻ ക്രിസ്ത്യാനികളായ നമ്മൾ ആരും അതിന് ചെവി കൊടുക്കരുത്, അതിന് നിന്നു കൊടുക്കരുത്. വഞ്ചകരെ തിരിച്ചറിയുക. കാപട്യത്തിൻ്റെ പുറം കുപ്പായങ്ങൾ ധരിച്ചിരിക്കുന്നവരുടെ സമ്പർക്കത്തിൽ വിവേചനം പുലർത്തുക. കുരിശ് ധരിച്ച് കുരിശടയാളം വരച്ച് മാമോദീസായിലൂടെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് ഈശോ സ്വീകരിച്ച അനേകം മക്കൾ ഇന്ന് കുരിശിൻ്റെ അടയാളങ്ങളായി ജീവിക്കാതെ പല സമുദായത്തിൽപ്പെട്ടവരെ ആയും സമ്പർക്കത്തിൽ ഇടപെട്ടിട്ട് വിവേചനം പുലർത്തുക എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ സമ്പർക്കത്തിൽ വിവേചനം പുലർത്തിയിട്ട് ജീവിക്കാതെ അവരുമായി സമ്പർക്കപ്പെട്ട് സംബന്ധത്തിലായി, ബന്ധനത്തിലായി കുരിശിൻ്റെ അടയാളത്തെ ദുഷിച്ച വിജ്ഞാനത്തിന് കൈമാറിക്കൊടുത്തു. അങ്ങനെ നഷ്ടപ്പെട്ട് എത്ര ക്രിസ്ത്യാനി കുട്ടികളാ ഉള്ളത്, എത്ര ക്രിസ്തീയരാ ഉള്ളത്. സങ്കടമില്ലേ? സർവരുടെയും മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ സങ്കടം പറയുമ്പോൾ അമ്മ വീണ്ടും പറയുന്നു, അവരും മാനസാന്തരപ്പെടണം. ദുഷിച്ച വിജ്ഞാനത്തിൻ്റെ അടയാളങ്ങളായിട്ട് ജീവിക്കുന്ന ഈ ലോകത്തിലെ സകല ദൈവമക്കളും മാനസാന്തരപ്പെടണം. അതിനായിട്ട് പ്രാർത്ഥിക്കുക. ലോകത്തെ മാനസാന്തരപ്പെടുത്താനുള്ള ഏക ശക്തി സ്നേഹശക്തിയാണെന്നാണ് മാതാവ് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ സ്നേഹത്താൽ മാനസാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. എങ്ങനെയുള്ളവരാണെങ്കിലും, ഏത് മതം സ്വീകരിച്ച് നടക്കുന്നവരാണെങ്കിലും സ്നേഹിക്കാൻ നമ്മൾ മടുപ്പ് കാണിക്കരുത്. സ്നേഹിക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കരുത്. അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരും മാനസാന്തരപ്പെടട്ടെ, അവരും രക്ഷപ്പെടട്ടെ. അവരും ഈശോയുടെ മക്കളാണ്. പാപത്തിൻ്റെ വഴികളെ തിരിച്ചറിയാനുള്ള കൃപ സ്നേഹശക്തിക്കുണ്ട്. ആ സ്നേഹശക്തി പ്രാർത്ഥനയാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രാർത്ഥനയായിട്ട് മാറുക. മക്കളെ, യേശുവാകുന്ന സത്യം ഈ വിമല ഹൃദയത്തിലൂടെ മഹത്വീകരിക്കപ്പെടേണ്ട സമയം അടുത്തിരിക്കുന്നു. അതിനാൽ ഒരുക്കമുള്ളവരായിരിക്കുക. തൻ്റെ ആലയമായ നിങ്ങളുടെ ഇടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ അവിടുത്തെ അഗ്നിയാൽ അവിടുന്ന് ദഹിപ്പിക്കും.
തൻ്റെ ആലയമായ നിങ്ങളുടെ ഇടയിൽ, തൻ്റെ ആലയം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആലയമാരാ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇടയിൽ പ്രതിഷ്ഠിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അതായത് നമ്മളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർക്കാതെ, ദൈവാത്മാവിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാതെ, ദൈവികമായി ജീവിക്കാതെ വരുമ്പോൾ നമ്മൾ ശൂന്യരാണ്, നമ്മളെ കൊണ്ട് ഒന്നിനാകില്ല എന്ന ചിന്തയിൽ നമ്മളെ നയിക്കുന്ന ആ അവസ്ഥയെ ദൈവം അവിടുത്തെ അഗ്നിയാൽ ദഹിപ്പിക്കും. പ്രാർത്ഥിക്കണം. ഇത് ഘോര പരീക്ഷണത്തിൻ്റെ സമയമാണ്. അസത്യത്തെ സത്യം പീഡിപ്പിക്കുന്നു, നന്മയെ തിന്മ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശത്രു എൻ്റെ അനേക കോട്ടകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞ് ഭക്തകളും ഭക്തന്മാരുമായി ചമഞ്ഞ് നടക്കുന്നവരെ അനുദപിക്കുക. ഞാൻ ഭക്തയാണ്, ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞ് ഒരു ആൾരൂപം സൃഷ്ടിച്ചിട്ട്, ഒരു ദൈവരൂപം സ്വയം സൃഷ്ടിച്ചെടുത്തിട്ട് നടക്കുന്നവരോട് പരിശുദ്ധ അമ്മ പറയാണ്, മക്കളെ അനുദപിക്കുക. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഒരു മഹാവിപത്തിൻ്റെ കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, അത് വന്നു കഴിഞ്ഞോ? ഇനിയും വരാനുള്ളതാണോ? ആ മഹാവിപത്തിന് വേണ്ടി, ഒഴിഞ്ഞു പോകാൻ വേണ്ടി, വരാനിരിക്കുന്നത് മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകൾ കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തരുത്. ഭൂമിയുടെ അടിസ്ഥാനം പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എത്ര റിക്ടർ സ്കെയിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും അത് രൂപപ്പെട്ടതായിട്ട് അടയാളപ്പെടുത്തുന്ന പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? അനുദപിക്കാത്ത മക്കളുടെ ജീവിതത്തിൻ്റെ താളപ്പിഴകളൊക്കെ അതിനുണ്ട് കാരണമായിട്ട്. മക്കളെ, പശ്ചാത്തപിക്കുക. ഇത് നമുക്കൊരടയാളമാണ്. നഗ്നപാതനും രക്തത്താൽ കുതിർന്ന ശരീരമുള്ളവനും എന്നാൽ നിങ്ങളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയമുള്ളവനും, നിങ്ങളുടെ ആത്മീയ സ്നേഹം ലഭിക്കാത്തതുമൂലം ചുണ്ടുകൾ ഉണങ്ങിയിരിക്കുന്നവരുമായ എൻ്റെ തിരുക്കുമാരനെ ഒന്ന് നോക്കുക, നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഈ ഈശോയെ ഒന്ന് മനസ്സിൽ കണ്ടേ. നഗ്നപാതനാണ് അവിടുന്ന്. രക്തത്താൽ കുതിർന്ന, എനിക്ക് നിങ്ങൾക്കും വേണ്ടി രക്തം ചിന്തി കുതിർന്ന ശരീരമുണ്ട്. അപ്പോഴും ഈശോയ്ക്ക് സ്നേഹിത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമുണ്ട്. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒന്ന് ആ ഈശോയെക്കുറിച്ച് ആത്മീയമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. നഗ്നപാതൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈശോ, നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം. എന്നാൽ നമ്മുടെ ആത്മീയ സ്നേഹം ലഭിക്കാത്തത് മൂലം ചുണ്ടുകൾ ഉണങ്ങി വരണ്ട ഈശോ, ആ ഈശോയെ ഒന്ന് നോക്ക്, നിങ്ങൾ രക്ഷ പ്രാപിക്കും. മക്കളെ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുരോഹിത ഗണത്തിനും സന്യസ്തർക്കും വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. എത്ര പ്രാവശ്യം അമ്മ പറയുന്നേ? ദൈവസ്നേഹത്തിന്റെ രഹസ്യം മനുഷ്യാവതാരത്തിലൂടെ എന്ന പോലെ മനുഷ്യ മക്കളിൽ പൂർണ്ണമാകുന്നത് തിരിച്ചറിയാനും സ്വീകരിക്കുവാനും മക്കളെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. ഈ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിലേക്ക് മക്കളെ ഓടിയണയുക. ഉണർവോടെ പ്രാർത്ഥനാ നിർഭരരായി കുരിശിൻ പാതയിൽ നമുക്ക് ഒരുമയോടെ നീങ്ങാം. യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന്
കർത്താവിന് ആരാധന. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. ഒരുമിച്ച് ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. ദൈവജനം ഒരുമിച്ച് ആരാധിക്കും. ആരാധന ആരാധന കർത്താവേ. ആരാധന ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിന്റെ അത്ഭുത സാന്നിധ്യം സ്വീകരിച്ചു. ഈ ആരാധന നിന്റെ ജീവിതത്തിൽ വലിയ അഭിഷേകത്തിന്റെ വലിയ കൃപയുടെ ഒരു സമയമായിട്ട് മാറട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ആരാധന 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 ആരാധന. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ കൂപ്പി ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ എന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ വിളിയും ദൗത്യവും ഉറപ്പിച്ച് സ്ഥിരതയോടെ നിലനിർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധന ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഒരു സമ്മാനം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുക്കുക. കാരണം ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനമാണ്. ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ കണ്ണടച്ച് കൈകൾ കൂപ്പി, പ്രത്യേകിച്ച് നിന്റെ ദൈവവിളിയിൽ, നീ ആയിരിക്കുന്ന നിന്റെ വിളിയിൽ ആവശ്യമായ ഒരു പ്രത്യേക കൃപ നീ ചോദിച്ചു മേടിക്കണം. പരിശുദ്ധ അമ്മയിലൂടെ അത് നിന്നിൽ സംഭവിക്കും. നീ അത് വിശ്വസിക്കുക. യെസ്, ഈ ആരാധനയിൽ ഞാൻ ക്ലെയിം ചെയ്തു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവവിളിയുടെ നിലനിൽപ്പിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഈ കാര്യം എനിക്ക് ചെയ്തു തരുന്നു. നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ തിരുനാൾ ദിനത്തിൽ അത്ഭുതങ്ങളുടെ ആരാധനയുടെ മണിക്കൂറിൽ ഞാനിത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 48-ാം ദിനമാണ്. 47 ദിനങ്ങളിൽ ലഭിച്ച അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആരാധന സമയത്ത് സന്തോഷത്തോടു കൂടി ആയിരിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ അതൊരു ആനന്ദമായിട്ട് മാറണം. പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചത് മറക്കരുത്. എന്താ പഠിപ്പിച്ചേ? നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നീ ഉത്സാഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ വീണു പോവില്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒരു സങ്കടം, ഒരു പരിഭവം ഉണ്ടെങ്കിൽ ഈ ആരാധന നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ആരാധന നിന്റെ ജീവിതത്തിൽ ഒരു കൃപ ചേർത്ത് വയ്ക്കുന്ന അഭിഷേകത്തിന്റെ ബോധ്യങ്ങളുടെ ആരാധനയാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, ഈ ആരാധന സമയം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ഒരു അഭിഷേകത്തിന്റെ സമയമായി മാറട്ടെ. അഭിഷേകത്തിന്റെ സമയമായി മാറട്ടെ. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ ഇപ്രകാരം ഈ ആരാധനയിൽ നിനക്ക് പങ്കെടുക്കാൻ ഒരു കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വലിയൊരു കൃപയാണ്.
നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഈ ആരാധന ദിവസമയത്ത് ഇതാ നിന്റെ ദൈവവിളി അതെന്താണോ ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പരാജയമാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ആയിരിക്കുന്ന ദൈവവിളി എൻ്റെ ജീവിതത്തിൽ ഒരു തോൽവിയാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു പരാജയമല്ല, നീ ഒരു ബലഹീനനല്ല, മറിച്ച് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൃപയാണ്, ഒരു ദൗത്യമാണ്. നിന്റെ ദൈവവിളിയിലൂടെ ദൈവം ചില കാര്യങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ ചെയ്യുകയാണ്. നീ വിശ്വസിച്ചോ? ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ സങ്കടം കുടിഞ്ഞുകൂടുന്നുണ്ട്. സങ്കടം, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവമേ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥ ഇത് വല്ലാത്ത ദുഃഖത്തിന്റെ ആണല്ലോ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഇത് ദുഃഖത്തിന്റെ അല്ല, മറിച്ച് നിന്നിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുകയാണ്. നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്ക്, എൻ്റെ ദൈവവിളി ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഇതെന്റെ ജീവിതത്തിലെ അഭിഷേകത്തിന്റെ സമയമാണ്. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അഭിഷേകം നൽകുന്ന യേശുവേ, ഞാൻ ഇന്നായിരിക്കുന്ന എന്റെ ദൈവവിളി ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്റെ ജീവിതത്തിൽ എന്റെ ദൈവവിളിയോട് എതിർപ്പിന്റെ ശൈലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ യേശുവേ, 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 മാപ്പ് നൽകണമേ, മാപ്പ് നൽകണമേ, കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാവരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച്, നിങ്ങൾ എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ആരാധന മധ്യത്തിലാണ് നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ വരച്ച ഈ കുരിശടയാളം ഇതൊരു മുദ്രയാണ്. നിന്റെ ജീവിതത്തെ നിന്നെ തോൽപ്പിക്കാൻ വരുന്ന പിശാചിന്റെ മേലുള്ള ഒരു മുദ്ര. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതോട് ചേർന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും രണ്ട് കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ. എന്നിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നറിയോ? നമ്മുടെ കുടുംബത്തില് അവരായിരിക്കുന്ന ദൈവവിളി നഷ്ടപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തില് ഇനി എനിക്ക് വിവാഹ ജീവിതം വേണ്ട, ഇനി ഞാൻ ഈ കല്യാണ ജീവിതത്തിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വഴക്കിട്ട് വന്നവര് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ പൗരോഹിത്യത്തിൻ്റെതാവാം, സന്യാസ സമർപ്പണ വഴിയുടേതാവാം. അവരായിരിക്കുന്ന ജീവിത അന്തസ് ഇതെനിക്ക് പറ്റിയതല്ല എന്നുള്ള തെറ്റായ ചിന്തയിലൂടെ ആരെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നീ രണ്ട് കരങ്ങളും കുരിശടയാളം പോലെ ഒന്ന് വിരിച്ചു പിടിച്ചേ. എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. അപ്രകാരം നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർക്കണം, അവരുടെ മുഖം മനസ്സിൽ കാണണം, അവരുടെ പേര് പറഞ്ഞ് ഈ ആരാധന നീ പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ആയിരിക്കുന്ന ദൈവവിളിയുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി ജീവിതത്തില് തോന്നലുകൾക്കനുസരിച്ച് ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങളുടെ പുറകെ പോയിട്ടുള്ള എല്ലാ മേഖലകളെ സമർപ്പിച്ച് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയം അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ച്, നന്നായിട്ടൊന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ, അഭിഷേകം, കൃപ, ജ്വലനം, 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 ജ്വലനം എന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയുടെ മുമ്പിൽ നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു പാട്ടിന്റെ 3-4 വരി ഒന്ന് നമ്മൾ ആവർത്തിച്ച് പാടുകയാണ്. കേട്ടിട്ടില്ലേ? വിളിച്ചെന്നെ അനുഗ്രഹിച്ചു. ആരാ വിളിച്ചത്? ദൈവം. ഇത് അച്ഛനും കന്യാസ്ത്രീയും പാടേണ്ട പാട്ടൊന്നുമല്ല, മറിച്ച്
നീ ആയിരിക്കുന്ന ജീവിത അവസ്ഥയ്ക്ക് മുമ്പിൽ നിന്ന് ദിവസവും പ്രഖ്യാപിക്കേണ്ട കാര്യം, വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, വിളിയാൽ എന്നെ നിലനിർത്തുന്ന ദൈവം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഈ ഗാനത്തിന്റെ വരികൾ ഒരു പ്രഖ്യാപനമായിട്ട് മാറ്റാം. വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, ആമേൻ ആമേൻ. തന്റെ വരങ്ങളാൽ എന്നെ നിറച്ചു. വിളിച്ചതു നാഥനല്ലോ, വിളിച്ചതു നാഥനല്ലോ, എന്റെ വിളിയൊരു ദാനമല്ലോ, വിളിയൊരു ദാനമല്ലോ. ചേർന്ന് പാടിക്കേ, എല്ലാവരും പാടിക്കേ. വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, തന്റെ വരങ്ങളാൽ എന്നെ നിറച്ചു. വിളിച്ചതു നാഥനല്ലോ, വിളിച്ചതു നാഥനല്ലോ, എന്റെ വിളിയൊരു ദാനമല്ലോ, എന്റെ വിളിയൊരു ദാനം. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ആരാധന മധ്യത്തിൽ പാടിക്കേ. വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, ആമേൻ. തന്റെ വരങ്ങളാൽ എന്നെ നിറച്ചു. വിളിച്ചതു നാഥനല്ലോ, വിളിച്ചതു നാഥനല്ലോ, എന്റെ വിളിയൊരു ദാനമല്ലോ, എന്റെ വിളിയൊരു ദാനമല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് ഈ ദൈവവിളിയിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങൾ ചേർത്ത് വെച്ച്, ജീവിതത്തിലെ സംശയങ്ങൾ ചേർത്ത് വെച്ച് നീ വിശ്വസിക്കുക, എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഈ ദൗത്യം, ഈ ദൈവവിളി, ഇതൊരു സമ്മാനമാണ്, കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഒന്നെല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകൾ കൂപ്പി നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി ദേ ഫാത്തിമയില് മാലാഖ പഠിപ്പിച്ച ആ മാപ്പപേക്ഷ പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലാൻ പോവാ. ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചോണം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്തു ഭാരമാണോ നിന്റെ ഉള്ളിലുള്ളത്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിനക്ക് ഉത്തരം കിട്ടും. ഏത് ഭീകരമായ അനുഭവങ്ങളാണ്, എത്ര കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും ഒരുപക്ഷെ നിന്റെ തലയ്ക്കകത്ത് പിശാച് പറയും, ഈ പ്രശ്നം ഇത് നിന്റെ ജീവിതത്തിൽ അവസാനമാണ്. എന്നാൽ ഈ ആരാധന പറയുന്നു, ഇതൊരവസാനമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിന്റെ ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എൻ്റെ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് ഞാനായിരിക്കുന്ന എൻ്റെ ദൈവവിളിയിലെ ദുഃഖങ്ങളും ഭാരങ്ങളും ജീവിതത്തിലെ സകല പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എനിക്ക് എന്നും തുണയായി കൂടെ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും ഈ ശുശ്രൂഷ എത്തിച്ചേർക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ ചാനലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നിങ്ങളുടെ തീഷ്ണതയേറിയ പ്രാർത്ഥന അത് സ്വർഗത്തിലേക്ക് ഉയരപ്പെടണം. എന്തിനെന്നറിയോ? നമ്മുടെ പ്രാർത്ഥന ഉയരപ്പെടുന്നതനുസരിച്ച് കോടാനുകോടി ജനങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷയാണ്, മനുഷ്യനല്ല, മറിച്ച് ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷ. അതായത്
ലോക ജനതയെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഈ ഷെക്കാന ചാനല് DTHലൊക്കെ എത്തി ലോകമെമ്പാടുമുള്ള ദൈവജനം അവർക്കൊക്കെ സൗജന്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അത് വിലയുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ വലതുകരം ഒന്ന് അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. നമ്മുടെ ഈ ചാനലിന്റെ അണിയറ പ്രവർത്തകരായ സകലരെയും അവരുടെ കുടുംബങ്ങളെയും ഒന്ന് സമർപ്പിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കട്ടെ. കോടാനുകോടി ജനതകൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഈ ചാനൽ ഉയർത്തപ്പെടട്ടെ. ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാലും, എത്ര വലിയ തിന്മയുടെ ശക്തികൾ ആഞ്ഞടിച്ചാലും അവയ്ക്ക് മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. സകല കെട്ടുകളും അഴിയപ്പെടാൻ, അനേക വ്യക്തികൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവെ കൂട്ടി യോജിപ്പിക്കണമേ. സ്വർഗം തുറക്കുന്ന ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടാൻ ഈ ചാനലിന്റെ പിന്നിലുള്ള സകല ദൈവമക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് വ്യാപരിക്കപ്പെടാൻ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ വരും ദിനങ്ങളിൽ അതിശക്തമായിട്ടുള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശുശ്രൂഷ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ലോകമെമ്പാടും എത്തുമ്പോൾ അത് വലിയൊരു സുവിശേഷ ദൗത്യമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമുക്കും അതിൽ ഒരു പങ്കാളിത്തമുണ്ട്. പ്രാർത്ഥന കൊണ്ട് ലോകത്തെ സ്പർശിക്കുന്ന അത്ഭുതത്തിൻ്റെ സമയം. കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എൻ്റെ കൃപയ്ക്ക് നന്ദി. എൻ്റെ ദൈവവിളിയിൽ, എൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് നൽകുന്ന വലിയ അഭിഷേകത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കുന്നു കർത്താവേ. ആരാധിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ
ആത്മാവിനെ നേടുവാൻ ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.